എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അവരുടെ ഓൾ ഇന്ത്യ എഡിഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും എല്ലാ ഭാഷയിലും എഡിഷനിലും കൊടുക്കും. കാരണം ഇങ്ങനെയുള്ള ആശയം ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ച് അടുത്ത കാലത്ത് നമ്മുടെ മന്ത്രി തോമസ് ഐസക്കിന്റെ ഒരു ലേഖനത്തിലാണ് അദ്ദേഹം UC കോളേജിൽ പഠിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് UC കോളേജിലെ മാഗസിൻ അച്ചടിച്ചത് അങ്ങനെ 2000 കൂടാതെ കാണുന്നത് 400 കൂടാതായിരിക്കും UC കോളേജിലെ മാഗസിന്റെ 400 കോപ്പികൾക്ക് 400 ഡിഫറൻറ്റ് കവേഴ്സ് ആയിരുന്നു. ഒരു ആർട്ടിസ്റ്റ് തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് ഇല്ല. പക്ഷെ അത് എത്ര പേർക്ക് അറിയായിരുന്നു. പക്ഷെ DC നീക്കുന്നത് വ്യാപകമായി പ്രചാരം കിട്ടിയതുകൊണ്ട് കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ. അപ്പൊ ആശയങ്ങൾ നല്ലൊരു ആശയം എവിടെയെങ്കിലും കണ്ടാൽ കടം മേടിക്കുന്നതൊരു തെറ്റൊന്നും എനിക്ക് വിശ്വാസമില്ല. അതുപോലെ കോപ്പി മേടിക്കുന്നത് മറ്റേ കോളേജ് മാഗസിനായിരുന്നു, ഇത് പുസ്തകത്തിലേക്കാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഓരോ ആളുകളും കാണിച്ചിട്ടുള്ള എക്സലൻസ് ഏതെല്ലാം രംഗങ്ങളിൽ നിങ്ങൾ എത്ര പേര് കൊച്ചിയിലെ അമ്പലങ്ങളിലെ AICT പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കൊക്കെ നായകെന്ന് പറയുന്നത് മിഷനറി ഉണ്ടായിരുന്നുണ്ട്. അവിടെ ചെന്നാൽ ഇതൊരു ഫാക്ടറി കോംപ്ലക്സ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതൊരു ഭയങ്കര ടൂറിസ്റ്റ് കോംപ്ലക്സ് ആണ് തോന്നുന്നത്. അദ്ദേഹം അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും നമ്മുടെ തനി കേരളീയ ശൈലിയിൽ ഉണ്ടാക്കാനുള്ള ആർക്കിടെക്ചറുകൾ നിർബന്ധിച്ചു. നമ്മുടെ വാസ്തുവിദ്യയാണ് വേണ്ടത് നിർബന്ധമായി പറഞ്ഞു. അങ്ങനെ അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും കേരളീയ ശൈലിയിലുണ്ട്. ഫാക്ടറിയാണ്. അദ്ദേഹം അതിന്റെ നടുക്ക് ഇന്നൊരു മനോഹരമായ തടാകമുണ്ട്. അവിടെ ഒരു തടാകവും ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഇത് നടുക്ക് ഒരു വലിയ തടാകമുണ്ടാക്കണം. അതിന് ചുറ്റുമായിരിക്കണം ഈ ഫാക്ടറി കെട്ടിടങ്ങൾ. ഇനി നമ്മൾ അവിടെ ചെന്ന് ആരും ഇത് കൃത്യമായി ഉണ്ടാക്കിയ തടാകം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുപോലെ അതെല്ലാം നോക്കിയിരിക്കുന്നു. പിന്നീടാണ് അത്ഭുതം നടന്നത്. റഷ്യയിലെ സൈബീരിയ, റഷ്യയിലെ ഭരണകൂടം നാട് കടത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് സൈബീരിയ. സൈബീരിയയിലെ ഇരട്ടകൾ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു 3 മാസം, ആ 3 മാസം ലോകത്തെവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇതിന്റെ വേണ്ടി തിരിച്ചു വരും. 3 മാസം അവരുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നോൺ സ്റ്റോപ്പാണ്. എങ്ങനെ ഈ ഇരട്ടകൾ റഷ്യയിൽ നിന്ന് ഇവിടെ ഒരു നോൺ സ്റ്റോപ്പായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. അവർ വന്ന് ആദ്യത്തെ ഇടത്താവളം എന്തൊക്കെയാണ് ഉണ്ടാക്കിയ ഈ തടാകം അവിടെ വന്ന് ഒരു ദിവസം വിശ്രമിച്ചിട്ടാണ് അവർ കുമരകത്തിലേക്ക് പോയിട്ടിരുന്നത്. പക്ഷെ നമ്മുടെ കോട്ടയത്തെ ക്രിസ്ത്യാനികളെ എവിടെ വെടിവെച്ചിട്ടാണ് തുടങ്ങിയോടി അവരുടെ വരവ് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് എന്തൊക്കെയായിരുന്ന മിഷനറിയിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയുണ്ടായ ഒരു കൃത്രിമ തടാകമായിരുന്നല്ലോ ഈ ഇരട്ടകൾ അവരുടെ വ്യവസ്ഥാപനമായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത്. അവിടെ വന്ന് താമസിച്ച് ഓരോ ദിവസവും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടപ്പോഴാണ് ഒരു കുമരകം എന്ന് പറയുന്നത് ഇതിനേക്കാൾ മെച്ചമായ ഒരു സ്ഥലമുള്ളത്. പിറ്റേ വർഷം മുതൽ നമ്മുടെ ഈ ചെറുതല പോകുന്ന പെരിയസ്വാമി എന്ന് പറയുന്നത് കേരളങ്ങളുടെ പെരിയസ്വാമി അന്നും ഇവരെ നേരിട്ട് കുമരകത്തിലേക്ക് കൊണ്ടുപോയില്ല. ആദ്യം മറ്റിടത്ത് വന്നിട്ട് എപ്പോഴും പോകുന്നത്. ഇപ്പൊ അത് പലരെല്ലാം കുറഞ്ഞു. ഇങ്ങനെ നമ്മൾ ചുറ്റും നോക്കിയാൽ എത്രയോ എക്സലൻസിന് ഉദാഹരണം ഉണ്ടാകുന്നു. എന്റെയൊക്കെ തലമുറയ്ക്ക് മുമ്പ് വരെ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നത്. നമ്മളൊരു ജോലി ചെയ്ത് ആഫീസിൽ ലഭിച്ചാൽ അത് ചെയ്താൽ സന്തോഷം, റിട്ടയർ ചെയ്യാം, പെൻഷൻ കിട്ടും. ഇന്ന് ഏൽപ്പിച്ച കാര്യം മാത്രം ചെയ്തിട്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റുമോ? ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ അതേപോലെ കൈകടത്താനോ അധികം കാണിക്കാനൊക്കെ പറ്റും. പക്ഷെ അതിൽ നമ്മൾ കാണിക്കുന്ന എക്സലൻസുകൾ അല്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ മക്കൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തൊരു ഭയങ്കരമായ എക്സലൻസിന്റെ വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് ഇങ്ങനെ വരുമ്പോൾ ഈ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും കാണുമ്പോൾ ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക് വരുന്നതിന് മുമ്പ് നമ്മുടെ കസേരകളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നത് 200 പേരുള്ള അത്രയും തനി കസേരകളായിരുന്നു. ആ കസേരകൾ ഇവിടെ കൊണ്ടുവരാൻ എത്ര പേരുടെ അധ്വാനം നമ്മളായിരുന്നു.
ഇവിടുന്ന് അടുത്ത ഹോട്ടലിലേക്ക് കൊണ്ടുവരാൻ തൊഴിലാളി വരുന്ന നമ്മൾ എത്ര ലോബി കൊണ്ടുവരാൻ പ്ലാസ്റ്റിക് വന്നതോടുകൂടി ഒരു കസേരയ്ക്കകത്ത് വേറൊരു കസേര വെക്കാമെന്ന് ചെയ്യുന്നു. ഇവിടെ കിടക്കുന്ന 200 കസേരയും ഇവിടുന്ന് മേളിൽ വരെ ഒറ്റ കസേരയിൽ നോക്കാം, അല്ലെങ്കിൽ 5 എണ്ണമായിട്ട് നോക്കാം. അതിനു മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കസേരകൾ ഇത്രയും കസേരയും അത്രയും മേശയും കൂടെ നമ്മുടെ ഷിപ്പിലയക്കണമായിരുന്നെങ്കിൽ എത്ര ദിവസം എടുക്കുമായിരുന്നു ജോലി ചെയ്യാൻ? ആ ഷിപ്പില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 മേശ ഇടാനുള്ള സ്ഥലം, അതിന്റെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ 10 കസേര ഏതാണെന്ന് വെച്ച്. കൊച്ചിയിലായിരുന്നു ഏറ്റവും വലിയ കുഴപ്പം. കൊച്ചിയിൽ വന്നാൽ അവിടുത്തെ തൊഴിലാളികൾ പെട്ടെന്ന് പണി കൊടുക്കും. കപ്പൽ കമ്പനികളെല്ലാം ഡെമറേജ് കൊടുത്തു മാറ്റും. 20 ദിവസം സമയം കഴിഞ്ഞ് 20 ലോഡ് ഇല്ലാതെ ലോഡ് ചെയ്യുന്നതിന് വീണ്ടും 5 ദിവസം. അപ്പോഴാണ് ഒരാളുടെ മനസ്സിലുള്ള ആശയം, ഈ ലോഡ് ചെയ്യുന്നവർക്ക് എന്തിനാണ് ഈ പോർട്ടുകൾ ചാടുന്നത്? ഇതിന്റെ വീട്ടിലോ ഫാക്ടറിയിലോ വെച്ച് ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു കണ്ടെയ്നർ അദ്ദേഹം കണ്ടുപിടിച്ചു. സകല കണ്ടെയ്നറുകളും ഒരേ വരുമ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നാൽ 2 മിനിറ്റ് കൊണ്ട് ആ വലിയ പോർട്ടിലിട്ട് ലോറിയിൽ നിർത്തി കപ്പലിലേക്ക് ലോഡ് ചെയ്യുന്നു. 4 മണിക്കൂറിൽ കപ്പൽ കൊണ്ടുപോകും. ആരാണ് ആദ്യമായിട്ട് കണ്ടെയ്നർ കണ്ടുപിടിച്ചത്? കണ്ടെയ്നർ കണ്ടുപിടിച്ചപ്പോൾ പത്രങ്ങൾ ആദ്യം എടുത്തു. കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോ പത്രങ്ങളുടെ ലേഔട്ട് അതുപോലായി. പെട്ടെന്ന് ഇന്ന് രാത്രി നമ്മുടെ നാട്ടിൽ ഒരു ഭരണാധികാരി മരിക്കുകയാണെങ്കിൽ 1-ാം പേജിലുള്ള മിക്ക സാധനം അടുത്തോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലേഔട്ടിൽ വളരെ എളുപ്പമാണ്. പണ്ടാണ് പണ്ട് 1-ാം കോളത്തിന്റെ മേളിൽ നിന്നും താഴെ നിന്ന് വന്ന് 2-ാം കോളത്തിലേക്ക് വാങ്ങിക്കും. ഇന്നെല്ലാം ഹൊറിസോണ്ടലായി മുകളിലായി. ഒന്നിലേക്ക് കണ്ടെയ്നർ കണ്ടിട്ട് ഒരു ന്യൂസ് പേപ്പർ ഡിസൈൻ ഇങ്ങനെ ആക്കിയായിരുന്നു. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഡിസൈൻ ഇങ്ങനെ ആയതിനു ശേഷം കണ്ടെയ്നറൈസേഷൻ വന്നത് എങ്ങനെയായാലും എന്തൊരു പുതിയതായ ഒരു ആശയം. നിങ്ങളുടെ നാട്ടിൽ വന്ന് നമ്മുടെ കല്യാണങ്ങൾക്ക് പങ്കെടുക്കാൻ കണ്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കസേരകൾ ഇങ്ങനെ ഒരേ നടത്തി കിടക്കുമ്പോൾ അഭംഗിയായിട്ടുണ്ടല്ലോ. ആരുമില്ലാതെ ഇതിനൊന്നുമില്ലാതെ തീരുമാനിച്ചു. നല്ല വെള്ള മനോഹരമായി അതിട്ടപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കസേരകൾ വൈദ്യുതി മാറി. അത് കഴിഞ്ഞ് ആളുകളാണ് ഈ വെള്ള ഉടുപ്പിന്റെ നടുവിൽ ഒരു ചുവന്ന റിബൺ ചുറ്റിമുട്ടി. അപ്പോ അത് കൂടുതൽ അനുഗ്രഹമായി. ഇന്ന് കേറ്ററേഴ്സ് ഒരു ഭക്ഷണത്തിന് 500-750 രൂപ റേറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ കസേരയിലുള്ള കുപ്പായത്തിന് റിബണിനും കൂടെ വേറെ 100 രൂപയുടെ ചാർജ് ചെയ്യുന്നു. അപ്പൊ എക്സലൻസിന് ഒരു അന്ത്യവും എവിടെയും നമ്മള് ഓരോ കാര്യങ്ങളും ഫാനുള്ള കാലത്ത് ഫാനിന്റെ കീഴിലിരിക്കുന്നവർക്ക് കാറ്റ് കിട്ടുന്നത്. അപ്പൊ അതിന് 2 ഫാനിന്റെ നടത്തിയിരിക്കുന്നത് എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു പെഡസ്റ്റൽ ഫാൻ കണ്ടുപിടിച്ചു. ആവശ്യങ്ങളുണ്ട് ഓരോ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. പെഡസ്റ്റൽ ഫാൻ വന്നാൽ വളരെ നല്ലതാണ്. പക്ഷേ പെഡസ്റ്റൽ ഫാൻ അവിടെ ഇവിടെ കൊണ്ടുവരണം 4 പേര് പോകണം. അത് കഴിയുമ്പോൾ ഒരാളത് വീട് ഫിറ്റ് ചെയ്തു. മറ്റേ വീടൊക്കെ കണ്ടോ? പക്ഷെ അതിനേക്കാൾ മുമ്പായിട്ട് ചേർന്ന് വെക്കാവുന്ന ഫാനുകളാണ്. ഇപ്പൊ അതൊന്നും വേണ്ട, അതെല്ലാം കഴിഞ്ഞ പഴയ കാര്യങ്ങൾ പറയുക. അത് കഴിയുമ്പോ ചേരും ഫാനിന് കുഴപ്പമുള്ളത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഒരാൾക്ക് കാറ്റ് കിട്ടുള്ളത്. ആരാണ് ആദ്യമായിട്ട് ഓസിലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? എല്ലാവർക്കും മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും കാറ്റ് കിട്ടുന്നവർ ഇങ്ങനെ തിരിയുന്നു. ഓരോ ആളുകളുടെ നിസ്സാരമായ ചില ഇടപെടലിലൂടെ എന്തൊരു വ്യത്യാസമാണ് വരുന്നത്. അത് നിത്യജീവിതത്തിൽ ഓരോന്നിൽ കാണുമ്പോൾ നമ്മുടെ മക്കളെ അങ്ങനെ എക്സലൻസിലേക്ക് പോകാൻ നമ്മൾ പ്രേരിപ്പിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയിൽ അവർ എങ്ങനെ ഇന്ത്യയോ ലോകത്തിൽ ഇന്ത്യയിലോ സർവൈവ് ചെയ്യുമെന്ന് ആഗ്രഹിക്കണം. പണ്ട് മലയാളത്തിലൊക്കെ ഈ ഇടത്തിലേക്ക് സ്വാധീനമുള്ളവരെ മുത്തശ്ശിമാരെ പ്രേരിപ്പിച്ച് വലതുകൈമാരാക്കുമായിരുന്നു. കാരണം ഭക്ഷണം കഴിക്കുന്നവർക്ക് എന്റെ ഒരു മകള് ഇടതുകൈ കഴിയപ്പെടും. അപ്പൊ എന്റെ സദ്യക്ക് പോകുന്ന ഭക്ഷണം കഴിയുമ്പോൾ ചില എന്റെ കുട്ടി അശ്ലീലം ഏത് കൈകൊണ്ടാണ് കഴിക്കുന്നു ചോദിക്കും. അപ്പൊ ഞാൻ എന്താണ് കൊച്ചുകുട്ടിയാണ്. ഞാൻ ഇപ്പോഴേ കഴിക്കുന്ന മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് ഒന്ന് ദാനം വന്നാലും വെറുതെ കൈകൊണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ പണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് ആളുകളുടെ കൈകളത്തെ കൈ വലത്തെ കൈകൾ മാറ്റിയപ്പോ പലർക്കും ഇഷ്ടമായി.
അതെന്താന്ന് വെച്ചാൽ ഇടതുകൈയുടെ കൺട്രോളിംഗ് സെന്റർ ഇവിടെ വലതുവശത്താണ്. അത് നമ്മുടെ വലതുകൈയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുമ്പോൾ ഈ കൺട്രോളിംഗ് സെന്റർ ഇവിടെ നിന്ന് ഇടത്തെ അറ്റത്ത് വരെ പോകണം. ഈ ട്രാൻസ്ഫറിനിടയ്ക്കാണ് ഈ വിക്ക് വന്നത്. അപ്പൊ അതറിയാവുന്നതിന് ശേഷം ആരും അങ്ങനെ കൈ മാറ്റാൻ ശ്രമിക്കില്ല. പക്ഷെ ഇപ്പൊ ക്രിക്കറ്റിലെ കോച്ച് അവരാലോചിച്ചപ്പോൾ എക്സലൻസ് ഉള്ള ഏറ്റവും നല്ലൊരു മാർഗം രണ്ട് കൈ കൊണ്ട് ഒരുപോലെ പെർഫോം ചെയ്യുന്ന ബാറ്റ്സ്മാനെ ബൗളേഴ്സിനെ ഉണ്ടാക്കുക. അപ്പൊ ചെറുപ്പക്കാരായ എല്ലാവരും വിക്ക് വന്നാലും മുന്നിലും നിനക്ക് എത്ര കോടി രൂപ കിട്ടുന്നതായിരിക്കും. രണ്ട് കൈ കൊണ്ട് പ്രാക്ടീസ് ചെയ്യും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ 7 പേരാണ്. ഇടകൈ കൊണ്ട് ബാറ്റ് ചെയ്യും, ഇടകൈ കൊണ്ട് ബൗൾ ചെയ്യും, ഇടയ്ക്ക് വലകൈ കൊണ്ട് ബാറ്റ് ചെയ്യും. രണ്ട് കൈയും ഈക്വലി പ്രൊഫഷൻ. അങ്ങനെയുള്ള ഒരാളെ നമുക്കെതിരായിട്ട് ബാറ്റ് ചെയ്ത് ബൗൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മള് 1 സെക്കൻഡ് പതിച്ചു പോകും. ഇപ്പം എനിക്ക് തെളിവ് എറിയില്ല. കാരണം വലകൈകൊണ്ട് എറിയുന്ന ഒരാളും ഇടകൈകൊണ്ട് എറിയുന്ന ആളുടെ ഡെലിവറി വ്യത്യാസമാണ്. ആ 1 സെക്കൻഡ് നമ്മൾ പതച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിക്കറ്റ് പോകും. അപ്പോ കോച്ചസ് അങ്ങനെ ആളുകളുടെ ഞാൻ ഗാന്ധിജിയെ പറ്റി വായിച്ചതാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജി എല്ലാ എഴുത്തുകൾക്കും അന്ന് തന്നെ മറുപടി എഴുതാൻ ശ്രമിച്ച ഒരാളാണ്. കൈകൊണ്ടാണ് എഴുതുന്നത്. എന്നതൊക്കെ ഒരു കമ്പ്യൂട്ടറൈസേഷൻ ഒന്നും വന്നിട്ടില്ല. ഗാന്ധിജി നമ്മൾ പരീക്ഷ എഴുതുന്ന കാലത്ത് 3 മണിക്കൂർ പരീക്ഷയിൽ 2.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ കൈ നിന്ന് കഴിക്കാൻ തുടങ്ങി. ക്ലാസ് കൈ കഴിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ കൈയിൽ ഓർമ്മ വരുന്നത് ഗാന്ധിജി കത്തുകൾ എഴുതി കൈ കഴിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ടിരുന്നത്. 2 കൈയും ഗാന്ധിജി ഈക്വലി. നമ്മളുടെ എത്ര പേർക്ക് വലകൈയിൽ നമ്മുടെ സ്വന്തം പേര് ഇടതുകൈയോടും എഴുതി മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുത്ത വായിക്കാൻ കഴിയും. നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷെ വേറൊരാൾക്ക് വായിക്കാൻ കഴിയാത്ത പോലെ ഇൻഡിവിജ്വലായ അക്ഷരങ്ങളായിരിക്കും. അത് ഗാന്ധിജി എങ്ങനെ മാസ്റ്റർ ചെയ്തു. ഇനി ഈ ക്രിക്കറ്റ് അതെങ്ങനെ മാസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ ഓഫീസിലെ 2 പേരുടെ എക്സലൻസിന്റെ വെറും സാധാരണക്കാരായ സൗഹൃദത 2 പേരുടെ എക്സലൻസിനെ പറ്റി പ്രവർത്തിക്കാനുള്ള അവസരമില്ല. ഞങ്ങളുടെ ഓഫീസില് പണ്ട് ബോംബെയിലൂടെയാണ് ഇവിടത്തേക്കുള്ള മനോരമ നീക്കിട്ട് വന്നോണ്ടിരുന്നത്. അപ്പൊ ബോംബെയിലേക്ക് 100 കെട്ട് നീക്കി പോകണം. അന്ന് ആഴ്ചയിൽ 1 ദിവസം ബോംബെയിലുള്ള ട്രെയിൻ. ബുധനാഴ്ച ട്രെയിൻ കോട്ടയത്തിൽ വന്ന് 5 മിനിറ്റ് നിൽക്കുമ്പോൾ ഈ 100 കെട്ട് കിട്ടിയ ലോഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ബുധനാഴ്ച പോകും. അന്ന് ആലോചിക്കാനുള്ള കാലമാണ്. അപ്പൊ അത് പതിവായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ട്രെയിൻ 5 മിനിറ്റ് നിൽക്കുമ്പോൾ 5 മിനിറ്റാണ് ഈ 100 ആ ബോഗിയിൽ കാർഗോ ഇതാണ്. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും മീൻകോട്ട ഉണ്ടെങ്കിലും ഈ 100 ലോഡ് ചെയ്തിരിക്കും. ഒരു ദിവസം അയാൾ ലീവ് എടുത്തപ്പോൾ പകരം വിടാനായിട്ട് ഒരാളെ നോക്കിയപ്പോൾ ആകെപ്പാടെ ഹാൻഡിക്യാപ്റ്റായ ചെറുപ്പക്കാരനാണ്. അവനോട് അതിന്റെ പ്രാധാന്യം അവന്റെ ബോസ് പറഞ്ഞു. ഇത് 100 കേട്ട് കയറ്റാൻ കഴിഞ്ഞില്ല, നീ തിരിച്ചു വരണ്ട. കണ്ടു കേട്ട് പണി. കാരണം അടുത്ത ആഴ്ച വീട്ടിൽ ചെയ്യുമ്പോൾ ബോംബെയിൽ ഇരുന്ന ഒരാഴ്ച താമസിക്കുന്നു, ഗൾഫിൽ 2 ആഴ്ച താമസിക്കുന്നു. അപ്പൊ കുട്ടികളെ ഞാൻ നോക്കാൻ തോന്നി. അവൻ പോയി സക്സസ്ഫുള്ളി 100 ലോഡ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോ കാലിന് സ്വാധീനമുള്ള ഒരാളാണ്. അപ്പൊ അത് വെച്ചിട്ട് ആളുകൾ കളിയാക്കിയത് വിളിച്ചു. ഇവരിത് ലോഡ് ചെയ്ത് നോക്കുമ്പോഴായിട്ട് മുഴുവനാണെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ആള് ആബ്സെന്റ് ആകുന്ന ദിവസം ഇയാളെ അയച്ചു നോക്കി. 3-ാം തവണ പോയി ചെന്നപ്പോൾ ചോദിച്ചു അവരുടെ ബോസിന്റെ, സാറേ നമ്മൾ ഈ ബോംബെയിൽ അയക്കുന്ന കെട്ടുകൾ അതെങ്ങനെയാണ് നമ്മുടെ ഓഫീസിൽ എത്തുന്നത്? അത് നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് ലോഡിങ് കയറ്റി വാര കയറ്റിക്കൊണ്ടു പോകും. അപ്പൊ ഇത് മുഴുവൻ ഓഫീസിൽ ചെന്നിട്ടാണ് ഈ പല സ്ഥലത്തേക്ക് കൂടാതെ. അതെ, അങ്ങനെയാണെങ്കിൽ ഈ 100 പേരുടെ അഡ്രസ് ഏജന്റുമാരുടെ അഡ്രസ് ഇത് ബുക്ക് ചെയ്യാതെ, കാരണം ഓരോന്നും ഓരോരുത്തരുടെ പേരിലാണ്. ബോംബെയിലെ 100 ഏജന്റുണ്ട്, 100 പേരുടെ പേരിലും. ഇതിന് നമ്മൾ 100 റെയിൽവേ റെസിപ്റ്റ് എഴുതിയിരിക്കുന്നുണ്ട്. ഒരു റെയിൽവേ റെസിപ്റ്റിന് അന്ന് 2 രൂപ. നമ്മൾ ഈ 100 പേരുടെ പേര് എഴുതുമ്പോൾ 200 രൂപയാണ് അവിടെ കൊടുക്കുന്നത് റെയിൽവേ. നേരെ മറിച്ച് ഇതൊറ്റ ആളുടെ റെയിൽവേക്ക് ബോംബെയിലേക്ക് അയച്ചാൽ അതിന്റെ അടിയിലായ ഏതെങ്കിലും ചേർത്ത് വെച്ചാൽ പോലെ നമ്മുടെ ലേബറിലാണ്.
അങ്ങനെയാണെങ്കിൽ വെറും 2 രൂപയ്ക്ക് ഇത് മുഴുവനായിരിക്കാം. വെയിറ്റിനുള്ളതുകൊണ്ട് വേറെയല്ല, വെയിറ്റ് റെസിറ്റിലായിരിക്കാം. അപ്പൊ ഒറ്റയടിക്ക് 190 രൂപയുടെ ലാഭം ഒരു പരിപാടി നോക്കുകയാണെങ്കിൽ അപ്പൊ അവരുടെ പോസ്റ്റിങ്ങിന് വൈകല്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച ചോദിച്ചുള്ളപ്പോ സാറേ ഈ വെയിറ്റിന് ചാർജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് സാർ അറിയാമോ? സ്ലാബ് അനുസരിച്ച 1 മുതൽ 10 വരെ കിലോ ആണെങ്കിൽ ഒറ്റ വെയിറ്റ്. 1 കിലോ ഉണ്ടെങ്കിൽ ആ വെയിറ്റ് കൊടുക്കണം. 10 കിലോ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. പിന്നെ സ്ലാബ് 11 മുതൽ 20 വരെ. അപ്പോ 11 കിലോ ആയാലും ആ വെയിറ്റ് കൊടുക്കുമ്പോൾ 20 ആയാലും ആ വെയിറ്റ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഈ 100 കെട്ടിന് ഓരോ തവണ സ്ലാബ് മാറുമ്പോൾ 1 കിലോയ്ക്ക് വേണ്ടി നമ്മൾ അടുത്ത 9 കിലോയുടെ വെയിറ്റ് കൊടുക്കുക. നമുക്കിത് മുഴുവൻ കൂടെ ഒരൊറ്റ വലിയ ബണ്ടിലോ അല്ലെങ്കിൽ 2 ചെറിയ ബണ്ടിലോ 3 ചെറിയ ബണ്ടിലോ ഒക്കെ അയച്ചാൽ അതിന് 10 കിലോയ്ക്കും 11 കിലോയ്ക്കും 21 കിലോയ്ക്കും പോയാൽ 201 കിലോ ആണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 9 കിലോയുടെ അഡീഷണൽ ചാർജ് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ മൊത്തം ലോഡിന് എന്തൊരു ലാഭമായിരിക്കും. അപ്പൊ വീണ്ടും എന്റെ പോസ്റ്റർ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, ഹാൻഡിക്യാപ്റ്റായ ഒരു ചെറുപ്പക്കാരൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് അതിന് മുന്നിൽ ചെയ്തുകൊണ്ടിരുന്നവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്ത് രാഷ്ട്രീയം നടത്തുന്നത്. ആ മാർട്ടി എന്ന് പറയുന്ന ആളുടെ സംഭാവന എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇന്ന് മനോരമ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അയക്കുന്ന മൊത്തം ലോഡ് അറിയണം. അന്ന് 100 ബണ്ടിലായിരുന്നു. ഇന്ന് അവിടെ നിന്ന് പല പബ്ലിക്കേഷൻസുമായിട്ട് ഒരാഴ്ചയിൽ 1500 ടണ്ണാണ് അവിടെ കയറ്റിയിരിക്കുന്നത്. അപ്പൊ ഈ മാർട്ടി എന്ന് പറയുന്ന ആളിന്റെ ഒരു എക്സലൻസ് കൊണ്ട് കമ്പനിക്ക് കിട്ടിയ ലാഭത്തെ കിട്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതുപോലെ മലയാളത്തിൽ ആദ്യമായി ഒരു പ്രസിദ്ധീകരണത്തിൽ 2ാമതൊരു സ്ഥലത്ത് അച്ഛനെ ആരംഭിച്ച മാധവന് കോഴിക്കോട്ടായിരുന്നു. 1960 കൊച്ചിയിൽ. അതിനു മുമ്പ് ഒരു മലയാളി അങ്ങനെ ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ക്രെഡിറ്റ് കിട്ടാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് മനോരമ 2ാമത് പുനരാരംഭിക്കുന്നത്. 9 വർഷം കൂട്ടിക്കിടന്നു സിപിയുടെ തീരുമാനത്തിൽ. അപ്പൊ മനോരമ 2ാമത് വരുന്നത് കഴിഞ്ഞപ്പോ കോട്ടയത്തെ പൗരത്തിന് അപ്പുറത്തേക്ക് സംശയം വളരെ നിന്നും ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. നമുക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള മതം. പക്ഷെ എന്തോ ഒരു കാരണത്തിൽ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാരണത്താൽ ചാക്കോച്ചൻ തിരുവനന്തപുരം പത്രത്തിന്റെ പേര് പൗരശ്രീ എന്നല്ല വേറൊരു പേരിട്ട് പൗരകാലം. അദ്ദേഹം നമ്മുടെ KPS ജ്യേഷ്ഠൻ തിരുവനന്തപുരം ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ജസ്റ്റിസിനായിട്ട് പത്രാധിപരാക്കി തുടങ്ങി 47. മാതൃമേ 62 മാതൃമയുടെ പേരിലാണ് 2 യൂണിറ്റ്. അങ്ങനെ സെക്കൻഡ് യൂണിറ്റിന്റെ ക്രെഡിറ്റ് മാതൃമയ്ക്ക്. മാതൃമ കൊച്ചി വരുന്നവരെ മനോരമയ്ക്ക് കൊച്ചിയിൽ അങ്ങനെ കോമ്പറ്റീഷൻ ഇല്ല. തൃശ്ശൂർ എക്സ്പ്രസ് വന്നിട്ട് മാതൃമ കോഴിക്കോട് നിന്ന് രാത്രി ട്രെയിൻ 5 മിനിറ്റ് സൂക്ഷിക്കുമ്പോൾ ചെയ്യുമ്പോൾ വൈകുന്നേരമാണ്. കൊച്ചിയിൽ നിന്ന് അഞ്ചിച്ച് തുടങ്ങിയപ്പോൾ കോട്ടയത്ത് നിന്ന് അയക്കുന്ന മനോരമ രാത്രി 8 മണി വരെയുള്ള വാർത്തയുമായി ചെല്ലുമ്പോൾ മാതൃമയ്ക്ക് 3 മണി വരെയുള്ള വാർത്തയുമായിട്ട് കൊച്ചിയിലകത്തല്ല. നമ്മുടെ ഭയങ്കര കോമ്പറ്റീഷൻ. അത് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ച് ഞങ്ങളുടെ കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞത് പരീക്ഷ. കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ കെ.വി. തോമസിന്റെ സ്ഥലം ഒരു തുരുത്ത്. അവിടേക്ക് അദ്ദേഹം പത്രം കൊണ്ടുവരുന്ന അവിടെ നിന്ന് സൈക്കിളും എടുത്ത് 20 കിലോമീറ്റർ ദൂരെ പോയി കെട്ടെടുത്തോണ്ടുള്ള വിതരണം 50 കോപ്പിയുള്ളൂ. അതിനുവേണ്ടി 25-40 കിലോമീറ്റർ സൈക്കിൾ കിട്ടണം. പിന്നെ വിതരണം ചെയ്യാൻ വീടുകളിൽ. അപ്പൊ പരീക്ഷയുടെ കോപ്പി കുറഞ്ഞുകൊണ്ട് 50 48 ആയപ്പോൾ ഉദ്ദേശിച്ച 20 ദിവസത്തില്ല പഴയ മാതൃകയാണ് ഉദ്ദേശിച്ചത്. കാരണം നിങ്ങളുടെ തുടങ്ങുന്ന കാലത്തെ ഇവിടെ മുൻകാലം വെച്ചോളാം എന്ന് പറഞ്ഞ് പത്രം നിർത്തിയപ്പോൾ പരീക്ഷനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ആലോചിച്ചു. പരീക്ഷയുടെ മാർഗം കണ്ടുപിടിച്ചു. പരീക്ഷ രാവിലെ പത്രക്കെട്ടുമായിട്ട് വന്നാലുണ്ടായി വിതരണം തുടങ്ങുന്നതിന് മുമ്പ് 6 മണിയുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ മലയാള വാർത്ത കേൾക്കുമെന്ന് 6:05 അപ്പോ അന്നത്തെ പത്രത്തിന്റെ തലക്കെട്ടുണ്ടാകുന്നതിന് വായിക്കും. അത് കഴിഞ്ഞിട്ട് റേഡിയോയിൽ മാർപ്പാപ്പ കാലം ചെയ്യുന്നത് കേട്ടാൽ ഉടനെ തന്നെ അദ്ദേഹം കുറിക്കും.
എന്നിട്ട് ഈ 50 പത്രത്തിന്റെ 1-ാം പേജില് മലയാളം എഴുതിയതിന്റെ 2 സൈഡിലും കുറച്ച് ബ്ലാങ്കായ സ്ഥലമുണ്ട്. അവിടെ മാർപ്പാതാരിൽ നിന്ന് 50 രൂപ കന്യടി വെടിയേറ്റ് മരിച്ചാൽ കന്യടി അമേരിക്കൻ പ്രസിഡന്റ് കന്യടി വെടിയേറ്റ് മരിച്ചു. അങ്ങനെ ആ നാട്ടുമ്പുറത്ത് ആരെങ്കിലും രാത്രി 8 മണിക്ക് ശേഷം മരിച്ചെങ്കിൽ അതും വൈകിച്ചത് നമ്മുടെ ഇന്ന വീട്ടിലെ കാരണവർ മരിച്ചു. അങ്ങനെ പരീക്ഷകൾ തീരുന്നുണ്ട്. പരീക്ഷകൾ കൂട്ടി പഴയതുപോലെ 50 അതിനൊക്കെ കൂടി. കാരണം മാതൃകയില്ലാത്ത വാർത്തയാണ് പരീക്ഷകൾ കൊടുക്കുന്നത്. പരീക്ഷയുടെ ഒരു കുമ്പളവി മനോരമ ഇഷ്ടമാണ്. പക്ഷെ എന്തൊരു ഏജന്റ് താൻ ഈ കോമ്പറ്റീഷൻ മാതൃകയെ നേരിടുമെന്ന് തീരുമാനിച്ചപ്പോ എന്തൊരു ഭയങ്കര അത്ഭുതമാണ്. ഇന്ന് പരീക്ഷകളില്ല, പരീക്ഷയുടെ മക്കളാണ്. അപ്പൊ പത്രത്തിലേക്ക് വന്നാൽ ഇതുപോലെയുള്ള ടെലിവിഷനിലൂടെയാണ് പത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പത്രങ്ങൾ വളരെ ഒറ്റ സ്ഥലത്തും നടിച്ചു, പിന്നെ 2 സ്ഥലത്തും നടിച്ചു. ഇപ്പോ മനോരമയും മാതൃകയും കേരളത്തില് 11 സ്ഥലത്തും നടിച്ചിരിക്കുന്നു ഒരേ സമയം. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ വൈകിയുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയാണ്. അതന്ന് വൈകിയുള്ള വാർത്ത കൊടുക്കാൻ ഉദ്ദേശമുള്ളത്. പക്ഷെ ഇലക്ട്രോണിക് മീഡിയ വന്നപ്പോ, കോമ്പറ്റീഷൻ വന്നപ്പോ ഇത് പത്രങ്ങളുടെ ഏറ്റവും ഇൻഷുറൻസായി. നമ്മൾ സാധാരണ രാത്രി ടി വി കാണുന്നത് 9-10 മണിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വെട്ടിയടിച്ചു. ഇത്രയും യൂണിറ്റുകളുള്ളതുകൊണ്ട് അച്ഛൻ രാത്രി 1 മണിക്ക് ആരംഭിച്ചാൽ മതി എന്നുള്ള സൗകര്യം പത്രം കിട്ടി. എല്ലാ പത്രങ്ങളും അപ്പോ മനോരമയിലെ മാതൃഭൂമിയിലെ വായനക്കാരൻ എന്ന് പറയുന്ന അവരുടെ ഇന്ത്യൻ പ്രസിൽ നിന്ന് 2 മണിക്കൂർ മാത്രം ചിത്രങ്ങൾ വരാം. അതിനപ്പുറത്തേക്ക് വേറെ. അപ്പൊ 2 മണിക്കൂർ മാത്രം ദൂരമുള്ളതുകൊണ്ട് രാത്രി 12-1 മണി വേണമെങ്കിൽ 2 മണി വരെയുള്ള പ്രധാന വാർത്തകൾ കൊടുക്കാമെന്നുള്ള സ്ഥിതിയാണ്. അപ്പോ മനോരമയും മാതൃഭൂമി വരെയുള്ള പത്രങ്ങൾക്ക് അത്രയും സ്വന്തമായ പ്രസുകൾ ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കി. മംഗളം പത്രത്തിന് കോട്ടയത്ത് 20,000 കോപ്പി അച്ചടിക്കുന്നതോടുകൂടി ബാക്കി സമയം പ്രസ് വെറുതെ കിടക്കുക. ദേശാഭിമാനി കോട്ടയത്ത് നയിക്കാൻ ആദ്യം മംഗളം പ്രസിനെ സമീപിച്ചു. മംഗളം പ്രസിദ്ധപ്പോൾ ധരിച്ചു. അതുപോലെ മംഗളത്തിന് കോഴിക്കോട് അല്ലെങ്കിൽ മറ്റു പ്രസിനെ സമീപിച്ചിരുന്നു. അതിൽ ഏറ്റവും വലിയ കൂട്ടായ്മ വന്നത് കൊച്ചിയിലായിരുന്നു. ചന്ദ്രികക്കാര് അവരുടെ പ്രസിദ്ധാക്കുന്നത് ആ പത്രം അച്ചടിക്കാൻ കഴിയുന്നത് അയോധ്യ പ്രൊഡ്യൂസാണ്. അയോധ്യ പ്രൊഡ്യൂസ് പറഞ്ഞ ജന്മഭൂമി അച്ചടിക്കുന്ന RSSന്റെ കാര്യമാണ്. അപ്പൊ എന്തൊരു ഹിന്ദുവും മുസ്ലിം ഐക്യം അവരുടെ പത്രം ആരംഭിക്കുന്നത് ചന്ദ്രിക പത്രം RSSന്റെ പ്രസിൽ അച്ചടിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ വന്നുകൊണ്ട് എല്ലാ പത്രങ്ങളും ശ്രമം ചെയ്തു. മനോരമ മാതൃഭൂമി ഈ 2 മണിക്കൂർ ദൂരത്തേക്ക് സ്വന്തമായ വായനകളിൽ അയച്ചു തുടങ്ങിയപ്പോ ബാക്കി പത്രങ്ങളുണ്ടാകുന്നത് വീണ്ടും മുന്നിലേക്കാക്കി. അവരെന്ന് വെച്ചാൽ അവരെല്ലാം കൂടി വായനയും സാഹചര്യ പത്രങ്ങളിലായി. അങ്ങനെ ഓരോ തവണയും എക്സലൻസിന് അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോൾ പത്രങ്ങൾ ഇത് അധികാരമുള്ളതെന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആശയമുണ്ട്. ഇപ്പം കേരളത്തിൽ പോകുന്ന വേറെ സാഹചര്യം പത്രങ്ങൾ അവർക്ക് കുറഞ്ഞ വർഷം 5 സ്ഥലത്തുള്ളൂ. അത് ഏറ്റവും റിസോഴ്സാണ്. പക്ഷെ അതിൽ വീണ്ടും അനുഭവം ടൈംസിന്റെ കേരളത്തിൽ വരാൻ തീരുമാനിച്ചപ്പോൾ ടൈംസിന്റെ സ്വന്തമായ പ്രസിദ്ധം തുടങ്ങിയില്ല. മാതൃഭൂമിയുമായിട്ട് തയ്യാറുണ്ടാക്കി. മാതൃഭൂമിയുടെ പ്രസിദ്ധത്തിൽ നിന്ന് അവരുടെ 11 പ്രസിദ്ധത്തിൽ 5 പ്രസിദ്ധത്തിൽ ടൈംസിന്റെ അയച്ചിരിക്കും. അപ്പൊ ഓരോ തവണയും നമ്മൾ പിന്നെ കോമ്പറ്റീഷൻ ഇതിൽ വ്യാപിക്കുമ്പോൾ വരുന്ന കോമ്പറ്റീഷൻ നമ്മൾ വ്യാപിക്കുന്നതിന് അപ്പുറമായ ആശയങ്ങളുമായി കടക്കുന്നത്. അത് പത്രങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ മലയാളത്തിലെ പത്രങ്ങൾക്ക് 14 ജില്ലയാണ്. എവിടെയൊക്കെ അച്ചടിക്കുന്നു ചോദിച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ പരിസ്ഥിതി ലോകം എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് സാധാരണ ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വികാസവും ആൾക്കാരും ഉണ്ടാകുന്നത്. പരിസ്ഥിതി ലോകം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള 3 ജില്ല വെച്ച് ബാക്കി എല്ലായിടത്തും പത്രങ്ങൾക്ക് ഈ കുറെ കഴിയുമ്പോൾ അവിടെയും വരുന്നുണ്ടായിരുന്നു. പത്രങ്ങള് ടെലിവിഷൻ വന്നപ്പോൾ ആദ്യം പക്ഷെ ആദ്യം ടെലിവിഷൻ വന്നപ്പോൾ വലിയ കോമ്പറ്റീഷൻ ഉണ്ടായത്. കാരണം ദൂരദർശനാണ് സർക്കാർ ചട്ടക്കൂടായിരുന്നതുകൊണ്ട് എല്ലാ ദിവസവും 1 മണിക്കൂറുള്ള ചെറുത്താൻ അതിൽ തന്നെ 15 മിനിറ്റുള്ള ന്യൂസ്.
ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾക്ക് കാശ് കിട്ടുന്ന ദിവസമായ ഞായറാഴ്ച ആ പ്രൈം ടൈമിലാണ് എല്ലാ പരസ്യങ്ങളുടെ ഏറ്റവും കൂടുതൽ ചാനലുകൾ. പക്ഷെ ദൂരദർശൻ ചെയ്തു ആഴ്ച ദിവസം ആളുകൾക്ക് ഒഴിവ് കൊടുത്തിട്ടുള്ള ഞായറാഴ്ചയാണ്. ഞായറാഴ്ച സിനിമയില്ല, ന്യൂസില്ല. അതുകൊണ്ട് അതിന്റെ ചാനലായിരുന്നില്ല. 90s ഏഷ്യാനെറ്റ് വന്ന സാറ്റലൈറ്റ് ടെലിവിഷനുമായിട്ട് വന്നപ്പോഴാണ് പത്രങ്ങൾ ഒരു കോമ്പറ്റീഷനുണ്ട്. പക്ഷെ ആ കോമ്പറ്റീഷനിലെ പത്രങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്റർവേഷനിലൂടെ ഈ ടെലിവിഷൻ ഇങ്ങനെ കളർഫുള്ളായിട്ട് വന്നപ്പോഴാണ് മലയാളത്തിലെ പത്രങ്ങൾ കളർ പ്രിന്റിംഗ് ആരംഭിച്ചത്, കളറിലുള്ള പ്രസ് ആരംഭിച്ചത്. ഓഫ്സെറ്റ് പ്രസ്സുകൾ ആരംഭിച്ചു വരുന്നതിന് ശേഷം ഇപ്പോ മലയാളത്തിലെ ഈ 11 യൂണിറ്റുകൾ 2-3 യൂണിറ്റുകൾ എങ്കിലും മാറുകയും അതിന് എല്ലാ പേരും കളറിലായിരിക്കാവുന്ന സംവിധാനമായിട്ട് വരുന്നു. അത് കൂടുതൽ പരസ്യങ്ങൾ കിട്ടുന്ന സ്ഥലമായിരിക്കും അത് തെരഞ്ഞെടുത്തത്. അപ്പൊ പത്രങ്ങൾ കളർഫുള്ളായി, ടി വി വളരെ വിഷ്വലായപ്പോൾ പത്രങ്ങൾ വളരെ വിഷ്വലായി. പണ്ട് പാസ്പോർട്ട് സൈസിലായിരുന്ന പണം വരുന്നതെങ്കിൽ ഇപ്പോ 3 കോളത്തിൽ 4 കോളത്തിൽ 6 കോളത്തിൽ അവസാനം മലയാളിയായ ഒരാൾ രാഷ്ട്രപതിയായപ്പോൾ പേര് നിറഞ്ഞുള്ള ചിത്രം കൊടുക്കുന്ന പോലായി. പണ്ട് 8 കോളത്തിന് ബ്ലോക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, ഇന്ന് ബ്ലോക്കൊന്നും ഉണ്ടാക്കില്ല. പഠനങ്ങൾ നെഗറ്റീവ് വേണ്ട, പ്രിന്റ് വേണ്ട, ക്യാമറയിൽ നിന്ന് നേരെ ബസ്സിലേക്ക് ലോഡ് ചെയ്യാവുന്ന പോലുള്ള ടെക്നോളജി ഇങ്ങനെ വന്നപ്പോ പത്രങ്ങളിലുള്ള വിഷയം പണ്ട് പത്രങ്ങളുടെ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് സ്വന്തം ഗ്രാമത്തിലെ പത്രം തുടങ്ങിയത്. കേരളമോടി മയ്യനാട് എന്ന് പറഞ്ഞ ശശി വിദ്യാരുടെ സ്ഥലത്തുനിന്നാണ് കുറെ കഴിയുമ്പോൾ തോന്നി കൊല്ലത്തേക്ക് പോയില്ല, പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയി. ചന്ദ്രിക പത്രം തലശ്ശേരി തുടങ്ങിയിട്ട് കോഴിക്കോട് വന്നു. മാനാടെന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ദീപിക പത്രം തോന്നുന്നത്, അത് കോട്ടയത്തേക്ക് മാറ്റി. പക്ഷെ ഇന്ന് ടെക്നോളജി വന്നപ്പോൾ ടെലിവിഷൻ സെന്ററിൽ ചെറുക്കാൻ ആരംഭിച്ചാൽ കുറഞ്ഞ വർഷം വലിയ സ്റ്റാറ്റസിൽ ആത്മീയ യാത്രയുടെ സ്റ്റുഡിയോ തിരുവല്ലായിരത്ത് മഞ്ഞാടി എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ്. പവർ മെഷീന്റെ സ്റ്റുഡിയോ നമ്മുടെ വെള്ളിക്കുളത്തിനടുത്ത് പടുതോട് എന്ന് പറഞ്ഞത്. പടുതോട് എന്ന് പറയുന്നത് വിജയകുമാരി സാറിന്റെ സ്ഥലമാണ്. വിജയകുമാരി സാർ ആദ്യം കേസി പെട്ടെന്ന് ചുറ്റും സാറിന്റെ സ്ഥലത്തിൽ ഇങ്ങനെ ആയിപ്പോലുള്ള പടുതോട് എന്ന് പറയുന്ന ആളുകളുടെ മുന്നിലായി പോയത്. ഇപ്പോ 4 ചാനൽസിലും വില്ലേജസിൽ നിന്നും. അപ്പൊ ദൂരം ഒരു പ്രശ്നമല്ല. ടെക്നോളജി വന്നതോടുകൂടി എല്ലാം സമീപിച്ചു. പത്രങ്ങളിൽ വലിയ പടം കൊടുത്ത് മാത്രമല്ല, പത്രങ്ങളുടെ റിപ്പോർട്ടിംഗ് വായിച്ചാൽ വിഷ്വൽ റിപ്പോർട്ടിംഗാണ്. വിഷ്വൽ റിപ്പോർട്ടിംഗ് ഞാൻ ആദ്യമായി അനുഭവിച്ചത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. 1956 മഹാകവി വള്ളത്തോൾ മരിച്ചപ്പോൾ വൈക്കം ചന്ദ്രശേഖരൻ ഒരു വലിയൊരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം ജനകത്തിന്റെ ഒരു പത്രാധിപനാണ്. വള്ളത്തോൾ മരിച്ചപ്പോ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവുകയും തീരുമാനിച്ചു. അദ്ദേഹം അവരോട് നമ്മുടെ ബസ്സിൽ ചെറുതി ചെന്നപ്പോ ശവസംസ്കാരത്തിന്റെ സമയമാണ്. അപ്പൊ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന വള്ളത്തോൾ മരിച്ചു എന്നല്ല, സംസ്കാര ചടങ്ങിനെ പറ്റി അത് തുടങ്ങുന്ന വാചകം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം അടുത്തിരിക്കുക, അടുത്ത നിമിഷത്തിൽ ജയിപ്പിക്കാൻ കൊണ്ടുപോകാം. 7 തിരിയിട്ട നിലവിളക്കിന് ചുവടെ ചുട്ടികുത്താനെന്നവണ്ണം വള്ളത്തോൾ നീണ്ടു വന്നിരണം. എന്തൊരു പവർഫുൾ ഇമേജസ്! എത്ര ഒന്നിനൊരു വാചകം. 7 തിരിയിട്ട നിലവിളക്കെന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് വേണമെങ്കിൽ കഥകളി ഓർമ്മ വരാം. വള്ളത്തോടാണുള്ള കഥകളിയെ റിവൈവ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയത് അദ്ദേഹം ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം കയറ്റിവിടുക. ഇനി 7 തിരിയിട്ട നിലവിളക്കിന് എന്ന് കേട്ടപ്പോൾ നമുക്ക് തോന്നിയെങ്കിൽ ചുട്ടികുത്താനെന്നോട് കിടക്കുമ്പോൾ കഥകളി മനസ്സിലേക്കുന്നു. അദ്ദേഹം കഥകളെ പറ്റി പറയുന്നില്ല. ചുട്ടികുത്താനെന്നോടാണ് വള്ളത്തോൾ നീണ്ടു തുറന്ന് കിടക്കുന്നു പറയുമ്പോൾ ശരിയാണല്ലോ, പഴയ തലമുറയിൽ ഒരു 6 അടി ഹൈറ്റുണ്ടാകാറുണ്ട്. ഞാനൊക്കെ പഴയ തലമുറ കഴിയുന്നത് നമ്മൾ കാണുന്ന 10,000-ൽ ഒരാളായിരുന്നു 6 അടിയുള്ള ആള്. ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ നമ്മൾ കാണുന്ന 1000 പേരിൽ ഒരാളൊരു 6 അടിയൊക്കെ ഹൈറ്റുള്ളവരാണ്. കാരണം അവരുടെ
ജീൻസ്, അവരുടെ ഭക്ഷണം, ഇതിലൊക്കെയുള്ള വ്യത്യാസം. അപ്പോ വൈക്കം ചെയ്യുന്ന 1956 എഴുതിയ അതുപോലെ വിഷ്വലായ റൈറ്റിംഗിലേക്ക് പത്രപ്രവർത്തനമാണ്. ഞാൻ രണ്ടാമത് വിഷ്വൽ റൈറ്റിങ്ങിനെ പറ്റി പഠിച്ചത് മൂർക്കോത്ത് കുഞ്ഞപ്പ എന്ന് പറഞ്ഞ് ഞങ്ങൾ 10 കുട്ടി പത്രപ്രവർത്തനം പഠിക്കാത്തതായിരുന്നു റെയിൽവേ യൂണിവേഴ്സിറ്റി. അദ്ദേഹം വന്ന് മനോരമയുടെ മീറ്റിംഗ്സ് കയറി ചെയ്തപ്പോൾ ഞാൻ കോഴിക്കോട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോ പല ആളുകളെ ഫുട്ബോളേഴ്സിനൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് സാറേ മഞ്ഞ എടുത്തത്, പിന്നെ സർവീസ് മഞ്ഞ ഞാനെങ്ങനെ സർവീസ് എടുത്തത്, ആള് വളരെ ആളാണ് ഞാൻ കേട്ടത്. അങ്ങനെ പറഞ്ഞൊരു മെറ്റീരിയൽ കറുത്തതാണ്, മഞ്ഞയുടെ ദേഹത്തെ പണിയെടുക്കാൻ കൈ അതുപോലെ കറുത്താണ്. എന്തൊരു പവർഫുള്ളായ വിഷയം സെന്റൻസാണ്. സാരിയും മഞ്ഞയുടെ ദേഹത്തെ നമ്മൾ കഴിവുണ്ടാവുന്ന കഴിയും. ഇന്ന് കുഞ്ഞപ്രസാദ് ഇയാളെ എടുക്കുന്നതിന് ബോർഡിൽ എല്ലാവരും എഴുതാറുണ്ട്. SSLC പാസ്സായിട്ടില്ല, ഇവനെ എങ്ങനെയാണ് ഒരു സിഗ്നലായിട്ട് എടുക്കുന്നത്. അപ്പൊ കുഞ്ഞപ്രസാദ് ഒറ്റ ചോദ്യത്തില്ല. ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു, ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്ത് സ്പീഡിൽ അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാം? ആ സ്പീഡിൽ ഓടുന്നു. ആ ഫീൽഡിലുള്ള താഴെ ഒഴികെയുള്ള 21 പേരിൽ എവിടെയാണെന്ന് കണ്ണയച്ചുകൊണ്ട് നമ്മുടെ ടീമിലുള്ള ആളുകളുടെ തന്നെ കാലിലേക്ക് പന്ത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിൽ കൂടുതൽ ഒരു എക്സ്പെർട്ടീസ് സിനിമാൻ ആവശ്യമുണ്ട്. അങ്ങനെയാണ് മഞ്ഞയെ എത്തുന്നത്. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞ കഥകളിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എക്സലൻസ് ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കണം. നിങ്ങളൊക്കെ ഇവിടെ എക്സലൻസിലൂടെ സർവൈവ് ചെയ്തതാണ് നമുക്കറിയാം. ഈ എക്സലൻസിനുള്ള ഏറ്റവും വലിയ പാഠം നമ്മുടെ തന്നെ ക്രിയേഷൻസ് ഒരിക്കലും സംഭവിക്കേണ്ടത്. അത് വീണ്ടും ഇന്നോവേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ എതിരാളി നമ്മുടെ ക്രിയേഷനേക്കാളും ബെറ്റർ ക്രിയേഷനുമായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ നടപ്പിലാക്കാനും പുതിയ തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യാനും കഴിയേണ്ട ആശംസിക്കുകയാണ് അവസാനം.